എന്തൊക്കെയാണ് ഈ കേരളത്തിലെ ജനങ്ങളായ നമ്മൾ കാണേണ്ടത്? ചെകുത്താനും കടലും ഞാൻ പറയുന്നില്ല. ഒരു വശത്ത് ചാരം, ഒരു വശത്ത് പുക. നമ്മുടെ ശ്വാസകോശം സ്പോഞ്ച് പോലെ ആവുമെന്നാണ് ഇപ്പം ഞാൻ ആലോചിച്ച് നോക്കുന്നത്. എന്തോന്നാണ് ഇത്? ഒരു ഗവർണറും ഒരു മുഖ്യമന്ത്രി രണ്ടുപേരും ആദ്യത്തെ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കിയിരുന്നത് എന്തൊക്കെയായിരുന്നു. പ്രതിപക്ഷം ഇവിടെ കടന്ന് ഗവർണർക്കെതിരെ പറയുമ്പോൾ ഇത്രയും നല്ലൊരു ഗവർണറെ കേരളത്തിൽ കിട്ടിയതിൽ കടന്നിട്ട് ആഹ്ലാദിക്കായിരുന്നു മുഖ്യമന്ത്രിയും ടീമും. പിന്നെ ഈ ചാൻസലർ വിവാദമായിട്ട് സംഗതികൾ മുറുകി തുടങ്ങിയപ്പോൾ SFIൻ്റെ പിള്ളേർ പ്രതിഷേധം തുടങ്ങിയപ്പോൾ അതിനൊക്കെ മുമ്പുണ്ട് പരിപാടികൾ. പക്ഷെ സ്റ്റിൽ കുറച്ച് മൂർധന്യാവസ്ഥയിലെത്തിയത് ആ ഒരു ടൈമിലാണല്ലോ. പിന്നെ അതിന് ശേഷം നമ്മൾ കാണുന്നത് എന്താ? ഒരു വേദിയിലിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുക, കണ്ടാൽ തിരിഞ്ഞു നോക്കാതെ പോവുക, ഒരാളുടെ വിരുന്നിന് മറ്റേ പോവാതിരിക്കുക, അങ്ങനത്തെ പല പരിപാടികളും നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ഇന്ന് കണ്ടത് എന്താ? ഗവർണർ ഇറങ്ങി റോട്ടിൽ കുത്തിയിരിപ്പ് 2 മണിക്കൂർ. SFIക്കാരാണെങ്കിൽ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ച് നടക്കുന്നത് ചാൻസലർക്കെതിരെ കരിങ്കൊടി കാണിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് അവർ കരിങ്കൊടി അല്ല, എന്നൊരു കരിങ്കൊടി ഉണ്ട് തോന്നുന്നുണ്ട്. അവിടെ ഇവിടെ കണ്ട് ന്യൂസിൽ മോര് കൊടുക്കാനാണ് പോയെന്നാണ് പറഞ്ഞത്. ക്ഷീണിച്ചിരുന്ന ഗവർണർക്ക് മോര് കൊടുക്കാൻ പോയതാണ്. ഗവർണറാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാടി ഇറങ്ങി വണ്ടിക്ക് നേരെ ആരോ തല്ലാൻ വന്നു എന്ന് അറിയാൻ വന്നു എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ചാടി ഇറങ്ങി, മൂപ്പര് കുത്തിരിപ്പും തുടങ്ങി. ലാസ്റ്റ് ആ ഇരുന്ന കടക്കാരൻ 1000 ഉറുപ്പികയും കൊടുത്ത് മതിയല്ലോ. എന്തൊരു ദാനശീലനായ ഗവർണർ. കൊല്ലം നിലമേലിൽ SFI കരിങ്കോടിക്ക് പിന്നാലെ ഗവർണറുടെ പ്രതിഷേധം. വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഗവർണർ പ്രതിഷേധക്കാർക്ക് നേരെ നീങ്ങി. പോലീസിന് നേരെ ക്ഷുഭിതനായ ഗവർണർ SFIക്കാർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. 17 പേർക്കെതിരെ കേസെടുത്തെന്ന് പോലീസ് അറിയിച്ചെങ്കിലും മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യാതെ വാഹനത്തിൽ കയറില്ലെന്ന നിലപാടിലാണ് ഗവർണർ. ഇതിനിടെ അമിത്ഷായുടെ സെക്രട്ടറിയെ വിളിച്ച് പരാതി പറഞ്ഞു ഗവർണർ. No, this has to be settled today. I am not going to move from here. I am not going to move from here. You are making the Guptas rule the roads of Kerala. I am not going to tolerate it. Bloody ഗൂണ്ടാസ്, അതാണ് മൂപ്പര് പറഞ്ഞത്. അതായത് SFIക്കാർ കരിങ്കൊടി കാണിക്കുന്നത് ചാൻസലർക്ക് നേരെയാണ്, ഗവർണർക്ക് നേരെയല്ല. ഇവിടെ ഗവർണറും ചാൻസലറും ഒരുപോലെ തന്നെയാണ്. മൂപ്പരാണെന്നുണ്ടെങ്കിൽ ഇത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ബില്ലിൽ ഒപ്പിടണമില്ല. ഇത് വേറെ ഒന്നുമില്ല. ഇത് ദ ഗ്രാൻഡ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഓപ്പോസിഷൻ അത്ര ശക്തമല്ലെങ്കിൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, ഗവർണറെ വെച്ച് പരിപാടി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള BJPൻ്റെ ദ ഗ്രാൻഡ് പ്ലാൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങേരെ അഴിച്ചു വിട്ടിട്ടുള്ളത്. ഇവിടെ അങ്ങേര് നോക്കുമ്പോൾ നല്ല കള ഒരുങ്ങിയിട്ടുണ്ട്. കാരണം എന്താ? പ്രതിപക്ഷം പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നൊന്നുമില്ല. ആകെപ്പിണ്ടായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഹൈപ്പല്ലാതെ പ്രത്യേകിച്ച് വേറെ കാര്യമൊന്നും പ്രതിപക്ഷം ചെയ്യുന്നുമില്ല, അവർക്ക് കിട്ടുന്നുമില്ല. അപ്പം പിന്നെ ഞാനൊരു കളി കളിച്ചേക്കാം. എന്താണെങ്കിലും BJPൻ്റെ പ്ലാൻ അതാണ്. ഗവർണറെ വെച്ച് ഒരു എന്താ പറയുക, ഭരിക്കുന്ന പാർട്ടിയെ മൊത്തത്തിൽ പ്രതിസന്ധിയിലാക്കുക എന്നുള്ള പരിപാടി. ഇന്ന് അതിനു വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും SFI എല്ലാവരും കൂടിയിട്ട്. ഇവർ ഇതിനുള്ള വഴി കളമൊരുക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങേർക്ക്. ഞാൻ നാട്ടുകാർക്ക് കൈയടിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങേര്. ഒന്ന് ആലോചിച്ചു, ഇങ്ങേര് ചാടിക്കയറി പുറത്ത് ഈ 2 മണിക്കൂർ ഇരുന്ന ടൈമിൽ അവിടുത്തെ ഗതാഗതത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കുക. എത്ര നാട്ടുകാർ വിട്ടിട്ടുണ്ടാവും? ഓൾറെഡി ഈ പറഞ്ഞ SFI, DYFI, കോൺഗ്രസ്, BJP എന്ന് പറഞ്ഞിട്ടുള്ള കണ്ട ഓരോ പാർട്ടിക്കാർ റോട്ടിൻ്റെ മുകളിലാണ് കുത്തിയിരിപ്പ്. ഇതിൻ്റെ പുറമേ ഉള്ള മതത്തിൻ്റെ പരിപാടി മൊത്തം നടക്കുന്നത് റോട്ടിന് മുകളിലാണ്. പിന്നെ ഓൾ ദിസ് നബിദിനം, മറ്റേ പള്ളിപ്പെരുന്നാൾ, അമ്പലത്തിലെ മറ്റേ പരിപാടികൾ, അതൊക്കെ നടക്കുന്നത് അവിടെ. ആഘോഷങ്ങൾ മൊത്തം അതും റോട്ടിൽ. വേണമെങ്കിൽ ഓണത്തിൻ്റെ വടംവലി അടക്കം റോട്ടിൽ നടത്തും. അപ്പോൾ റോഡ് വണ്ടി ഓടിക്കുന്നതിന് പകരം ഇപ്പം മൊത്തത്തിൽ ഇമാതിരി പരിപാടിക്കുള്ള സ്ഥലമായി നിൽക്കുമ്പോഴാണ് കേരളത്തിൻ്റെ ഗവർണർ ഇറങ്ങിയിട്ട് ഈ പണി കാണിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും കേരളത്തിലെ ഗവർണർ 2 മണിക്കൂർ റോഡ് സൈഡിൽ കുത്തിയിരുന്നത് കൊണ്ട് യൂണിയൻ ഹോം മിനിസ്ട്രി ഹാസ് ഇൻഫോംഡ് കേരള രാജ്ഭവൻ ദാറ്റ് Z+ സെക്യൂരിറ്റി കവർ ഓഫ് CRPF ഈസ് ബീങ് എക്സ്റ്റെൻഡഡ് ടു ഹോണറബിൾ ഗവർണർ ആൻഡ് കേരള രാജ്ഭവൻ PRO കേരള രാജ്ഭവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി അങ്ങ് കേന്ദ്രത്തിൽ നിന്ന് CRPFൻ്റെ Z+ സെക്യൂരിറ്റി കവർ നമ്മുടെ ഗവർണർക്ക് കൊടുത്തിരിക്കുകയാണ്. ഓൾറെഡി ഇങ്ങനെ Z+ ഉണ്ട്. അപ്പോൾ കൂട്ടത്തിൽ Z+ സെക്യൂരിറ്റി കവറും കൂടി കിട്ടി. നമ്മുടെ രാജ്യത്ത്
ദ സെക്കൻഡ് മോസ്റ്റ് പവർഫുൾ സെക്യൂരിറ്റിയാണ് ഇങ്ങേർക്ക് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, SPG കമാൻഡോസൊക്കെ പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിക്കൊക്കെ ഉള്ളത്, നരേന്ദ്രമോദിജിക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങേർക്ക് ഇനിയിപ്പോൾ NSG കമാൻഡോസിനെയും വിളിക്കാതെ തോന്നുന്നുണ്ട്. CRPF മാത്രമല്ല, 19 പേരുണ്ടാവും ടീമിൽ. അതിനിടയിൽ SFI ഇതൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് 16 ലക്ഷം SFIക്കാർ തെരുവിലേക്ക് ഇറങ്ങിയാൽ ഗവർണർക്ക് അനങ്ങാൻ കഴിയില്ല എന്നൊക്കെയാണ് ആർഷോ പറയുന്നത്. ആർഷോ അത്ര ആരവത്തിൽ ആർഷോഷിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അടുത്തൊരു കോൺഗ്രസ് പ്രവർത്തക, അവർക്ക് പറ്റിയ സംഭവം എന്താണെന്നറിയോ? ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വെക്കാം. എനിക്ക് ആ അടി കിട്ടിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വേദന വന്നിട്ട് എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റാതായി. പിന്നെ എൻ്റെ ബോധം പോയായിരുന്നു. അമ്മ പഠിപ്പിക്കാത്തതുകൊണ്ട് പഠിക്കുന്നില്ല, ടെസ്റ്റ് പേപ്പറാന്നൊക്കെ പറയുമ്പം മിസ് ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞ് ഇനി പാറണ മുടി 2ആയിട്ട് പിന്നെ കെട്ടണ്ട, എങ്ങനെ കെട്ടിക്കൊണ്ട് വരാൻ പറ്റുന്നു അങ്ങനെ മതിയെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു നമ്മുടെ അടുത്ത് ഇനി ഒരിക്കലും വണ്ടി ഓടിക്കരുത്, കൈക്ക് ബലക്കുറവുണ്ട്, ഈ പെടലിയുടെ അടി കിട്ടിയത് കാരണം. എൻ്റെ സ്ഥാപനം ഇട്ടിട്ട് ഞാൻ 10 മാസമേ ആയുള്ളൂ, ലോൺ എടുത്തിട്ടതാണ്. അവിടുത്തെ ജോലികളെല്ലാം ഹാൻഡ് വർക്ക്, സ്റ്റിച്ചിങ്, ഹെയർ കട്ട്, മേക്കപ്പ്, ഇതെല്ലാം എൻ്റെ കൈകൾ കൊണ്ട് ചെയ്യേണ്ട ജോലികളാണ്. സത്യത്തിൽ ഞാനിപ്പോൾ എൻ്റെ ജീവിതം ആ ഒരു അടിയോടുകൂടി എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാത്തൊരവസ്ഥയായി. യൂത്ത് കോൺഗ്രസിൻ്റെ ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറിയായ മേഘ ആണ് ഈ ഒരു അവസ്ഥയിൽ. പോലീസിൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയത് ജനുവരി 15 ആലപ്പുഴ കളക്ടറേറ്റ് മാർച്ചിന് പോയപ്പോൾ പോലീസുകാർ ലാത്തി വെച്ചടിച്ചതാണ് ബാക്കിൽ. ഇപ്പോൾ അതാണ് അവസ്ഥ വരുന്നത്. അപ്പം നിങ്ങൾ ഈ പറയുന്ന SFIക്കാർ 16 ലക്ഷം ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 16 ലക്ഷത്തിലൊന്നും വരാൻ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. കാരണം കേരളത്തിൽ അതിന് മാത്രം പിള്ളേരുണ്ടാടെ ഇപ്പോൾ ഉണ്ടെങ്കിൽ വരുവിടെ അവരൊക്കെ. ഇവിടെ ഉള്ളവരൊക്കെ നാട് വിട്ടു പോവാണ്. ചിലപ്പോൾ 16 ലക്ഷം അങ്ങ് അമേരിക്കയിലോ കാനഡയിലോ ശക്തി ഉണ്ടെന്ന് പറയേണ്ട അവസ്ഥയായിരിക്കും. ഞങ്ങൾ അണികൾ അവിടെ ഉണ്ട് എന്നുള്ളത്. എന്താണെങ്കിലും കൂട്ടിക്കപ്പോൾ നിങ്ങളെല്ലാവരും കൂടി വിളിച്ചു കൊടുത്തൊരു 1-2 ലക്ഷം ആൾക്കാർ പോയാലും അടി കിട്ടിയാൽ ഇതൊക്കെയാണ് അവസ്ഥ. കുടുംബം വഴിയാധാരാവും. ഓക്കെ, സ്വന്തം ദേഹവും പോവും, പാർട്ടിയും വരില്ല, ഈവൻ മനുഷ്യാവകാശ കമ്മീഷൻ വരെ തിരിഞ്ഞിട്ട് നോക്കില്ല. അതായിരിക്കും അവസ്ഥ. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നൊരു പത്രസമ്മേളനം നടത്തി. ഗവർണറിൻ്റെ ഷോ ആവുമ്പോൾ പിന്നെ മുഖ്യമന്ത്രി ഷോ കാണിക്കണ്ടേ? അങ്ങനെ ഗവർണർ മാത്രം ഷോ ആണ്, ഇത് മുഖ്യമന്ത്രി മാത്രം ഷോ കാണിക്കേണ്ട സ്ഥലമാണല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം വിളിച്ചു വരുത്തി. അതിന് മുമ്പ് ഇന്ന് ചിറ്റപ്പനൊരു കാര്യം പറഞ്ഞു, അത് നല്ല കൃത്യമായ കാര്യം. ഗവർണർ ചെയ്തത് ക്രിമിനൽ കുറ്റം, റോഡ് ഉപരോധിച്ചു ഗതാഗതം തടസ്സപ്പെടുത്തി. അത് ചിറ്റപ്പൻ പറഞ്ഞ കാര്യം. റോഡ് ഉപരോധിച്ച് ഗതാഗതം തടസ്സപ്പെടുത്തി എന്നുള്ളത് സത്യം. അതാരാണെങ്കിലും ചെയ്യാൻ പാടില്ല. അത് ചെയ്ത് വളരെ മോശം പരിപാടിയായി പോയി. ചിറ്റപ്പൻ അവിടെ മാർക്ക് കൊടുത്ത് ഞാൻ. മുഖ്യമന്ത്രി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്താണ്, മറ്റേ അങ്ങനെ 2 മണിക്കൂർ ഷോ കാണിച്ച് റോഡിലിരുന്നിട്ട് ഞാൻ പത്രസമ്മേളനം വിളിച്ച് കുറച്ച് ഷോ കാണിക്കട്ടെ എന്ന്. ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആരായാലും ജനാധിപത്യ മര്യാദ, പക്വത, വിവേകം ഇതെല്ലാം കാണിക്കണമെന്നാണ് നാം എല്ലാവരും കരുതുന്നത്. ഞങ്ങളും അതാണ് കരുതുന്നത്. അങ്ങയും അങ്ങനെ ചെയ്യും, അങ്ങയോടും ഞങ്ങൾ കരുതുന്നത് അതാണ്, അങ്ങയും അങ്ങനെ ചെയ്യണം എന്നുള്ളത്. അല്ലാതെ ചെടിച്ചട്ടി എടുത്ത് തലടിച്ച് പൊട്ടിക്കണവരുത് മറ്റേ രക്ഷാപ്രവർത്തനമാണെന്ന് പറയുന്ന ടേംസിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതിരിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് വായിച്ച ഈ കാര്യങ്ങളൊക്കെ അത് അങ്ങയോടും ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ തന്നെയല്ലോ, മാറ്റമൊന്നുമില്ല. പക്ഷേ ഇതിലെല്ലാറ്റിലുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ചിലതിനോ കുറവുണ്ടായിട്ടുണ്ടോ എന്ന് അദ്ദേഹം തന്നെ പരിശോധിക്കുന്നത് നല്ലതാണ്. ആരോഗ്യം നല്ല ഫിറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് കണ്ടു. അതിൽ വലിയ സംശയം ആർക്കും ഉണ്ടാവില്ല. പക്ഷേ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നത് നല്ലതാണ്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കുന്നത് ഈ ഘട്ടത്തിൽ നല്ലതാണെന്നാണ് തോന്നുന്നത്. ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി ഇരുന്നിട്ടാണ് ഗവർണർ എന്തോ പ്രശ്നം ഉണ്ടായിക്കോട്ടെ ഒരാളുടെ ആരോഗ്യനില പറഞ്ഞിട്ടാണോ പുച്ഛിക്കുന്നത്? നിങ്ങൾ ഈ നാട്ടുകാരെ പൈസ എടുത്തിട്ട് അമേരിക്കയ്ക്ക് ട്രീറ്റ്മെൻറ്റ് പോകുന്നത് നിങ്ങൾ സുഖവാസത്തിന് പോവുകയാണോ? നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ചികിത്സയുടെ ഭാഗമായിട്ടല്ലേ പോകുന്നത്. ശാരീരികമായിട്ടും അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളും ചികിത്സയ്ക്ക് പോവില്ലേ? പുച്ഛിക്കാനും കളിയാക്കാനും നല്ല മുന്നിലാണ്. ചിരിച്ചിട്ടാണ് തുടങ്ങും. സ്വന്തം പോണത് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് മറക്കരുത്.
സംഗതി പല പ്രശ്നങ്ങളും രാഷ്ട്രീയമായിട്ടും മറ്റേ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും, ഐഡിയോളജീസ് തമ്മിലുള്ള വിഷയങ്ങളുണ്ടാവും, പിന്നെ പവർ പൊസിഷനിൽ ഇരിക്കുന്ന സമയത്തുള്ള ഈഗോ ക്ലാഷുകളുണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരുമാതിരി ആളെ മറ്റേ ഇതാക്കുന്ന രീതിയിൽ ആരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ മറ്റേ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമോ? തിരിച്ച് നാട്ടുകാർ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കരിങ്കൊടി കാണിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ കറുത്ത കളർ കാണുമ്പോഴത്തേക്ക് ആൾക്കാരെ ഓടിക്കുന്ന പരിപാടി കാണിക്കുമ്പോൾ നാട്ടുകാർ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതും കൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ് മുഖ്യമന്ത്രി. ഇത് തീരെ പറ്റിയില്ല. മൂപ്പര് വലിയ ആൾ വന്നിരുന്നിട്ട് ആരോഗ്യ പ്രശ്നത്തിനെ കുറിച്ചും മറ്റേനെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പറയണമെങ്കിൽ അങ്ങോട്ട് നേരിട്ട് പറയണം ഗവർണറോട്. അല്ലെങ്കിൽ ഗവർണറെ കാണുമ്പോൾ ഞാൻ ഗവർണറോട് കൊണ്ടുപോയില്ല, ഞാൻ തെറ്റി, ഇങ്ങനെ ഇരിക്കല്. പ്രതിഷേധക്കാർ ബാനർ കിട്ടുന്നു. ഈ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ തെരുവിലിറങ്ങി ആ ബാനർ അഴിച്ചു മാറ്റ് എന്ന് പറയലാണോ സാധാരണ? അല്ല, ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ബസ്സിൽ പോകുമ്പോൾ പ്രതിഷേധിക്കാൻ വന്ന ആരെങ്കിലും റോഡ് സൈഡിൽ നിൽക്കുന്ന സമയത്ത് സ്വന്തം പാർട്ടിയിൽപ്പെട്ടവർ തലടിച്ച് പൊട്ടിക്കുമ്പോൾ ടാറ്റ കാണിച്ചിട്ട് പോലെ ചെയ്യും. അങ്ങനെ ചെയ്യാറ്. പ്രതിഷേധിക്കാൻ വന്നവരെ സ്വന്തം പാർട്ടിക്കാരെ വെച്ച് അത് തല്ലുന്നത് കണ്ട് അത് കണ്ടിട്ട് ന്യായീകരിച്ചത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞ് അതൊന്നും ചെയ്യുന്നത് കുഴപ്പമില്ല, അല്ലേ? നല്ല ആളാണ് ഗവർണർക്ക് ചെയ്ത പ്രവൃത്തിക്ക് വന്നിട്ട് വിമർശിക്കാൻ പറ്റിയ ആളാണ് നമ്മളെ മുഖ്യമന്ത്രി. ഇതിനുള്ള കളം എന്തിനും ഒരുക്കി കൊടുക്കുന്നത് ഞാൻ ചോദിക്കാനുള്ളത്. ഗവർണർക്ക് ഈ ഷോ ഓഫ് കാണിക്കാനും ഗവർണർക്ക് ഈ പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ഇപ്പോൾ CRPF അടക്കം ഇവിടെ വന്നിട്ട് ഇങ്ങനെ പ്രൊട്ടക്ഷൻ ഒരുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാനും ഇവിടെ ഒരു വലിയ എന്തോ പ്രശ്നം നടക്കുക എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ വഴിയൊരുക്കേണ്ട ആവശ്യം എന്താ? ഒന്നില്ലെങ്കിൽ പറഞ്ഞ് സെറ്റിലാക്കണം കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രൊവോക്കേഷൻ പാടില്ല. ആ പ്രൊവോക്കേഷൻ ആവും ഒരു പരിധി വരെ. ഇതിപ്പോൾ എന്താ അവസ്ഥ? കഴിഞ്ഞിട്ടില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. CRPക്ക് നേരിട്ട് കേസെടുക്കാൻ പറ്റുമോ? CRPക്ക് നേരിട്ടിറങ്ങി കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ? അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ CRPക്ക് ഇറങ്ങി ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുമോ? അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ പോലീസ് പ്രവർത്തിക്കണമെന്നാണല്ലോ അദ്ദേഹം നിർദ്ദേശിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പ്രവർത്തിക്കാൻ ഇവിടെ CRPക്ക് കഴിയുമോ? കാരണം നമ്മുടെ നാട്ടിൽ എഴുതപ്പെട്ട നിയമവ്യവസ്ഥകളില്ലേ, ജനാധിപത്യ വഴക്കങ്ങളില്ലേ, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കേരളത്തിന് മാത്രമായിട്ട് പോകാൻ കഴിയുമോ? കേരളത്തിന് മാത്രം വ്യത്യസ്തമായിട്ട് പോകാൻ കഴിയൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൺമാൻ ഇറങ്ങി തല്ലുന്ന വ്യത്യസ്തതയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം ഗൺമാനൊക്കെ ഇറങ്ങി തല്ലുന്നത്. പിന്നെ കൂടുതൽ ഡയലോഗ് പറയുന്നത് നാട്ടുകാർ പൊട്ടന്മാരൊന്നും അല്ലല്ലോ. മന്ത്രി വേറെ കാര്യമൊന്നും പറഞ്ഞില്ല. Z+ കാറ്റഗറി CRPF 50 ആളൊക്കെ വന്നു പോകുമ്പോൾ മാസം ഒരു 10-60 ലക്ഷം രൂപ ചിലവുണ്ട്. കേന്ദ്രം കൊടുക്കൂല, കേരളം കൊടുക്കണം. അപ്പം ആ ചിലവും കൂടി കിട്ടിയില്ലേ? നാളെ ഞങ്ങൾ എന്താണ് നാട്ടുകാരിഞ്ഞ്? അല്ലെങ്കിൽ പാപ്പരാണ് നാട്. ബഡ്ജറ്റ് വരാൻ പോണ് പാപ്പർ. അതാണ് ഇവിടുത്തെ അവസ്ഥ. എല്ലാവരും നാട് വിട്ട് പോവുകയാണ്. പിടിച്ചു വയ്ക്കാൻ പണി നോക്കുന്നൊക്കെ പറയുന്നുണ്ട്, നടക്കുമോ? ഇല്ല. ഇതിനിടയിൽ ഗവർണറിനൊക്കെ ചുറ്റിക്കെടുത്ത് തലയ്ക്ക് അടുത്ത അടി ഇതാ നടക്കുന്നത്. ഓൾറെഡി വിരുന്ന് അത് ഇത് എന്ന് പറഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപ ഒരു വഴിക്ക് പോകുന്നു. പ്ലസ് ഇതാപ്പോൾ CRPF 50 ആൾ Z+ കാറ്റഗറി 10-60 ലക്ഷം രൂപ ആ വഴിക്ക്. ഇനി ഇതൊക്കെ എങ്ങനെ പാർട്ടിക്കാർ പിരിച്ചു കൊണ്ടിരുന്നതാണോ ഇതൊക്കെ? അല്ലല്ലോ, സാധാരണക്കാരുടെ ടാക്സ് അല്ലേ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞു, ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുവിലെന്ന് പറയാൻ പറ്റില്ല. ഒരു വശത്ത് ചാര ഒരു സ്ഥലത്ത് പോകാം, അതും പറയാൻ പറ്റില്ല. ഇപ്പം ഇതെന്ത് പറയും രണ്ടാളും ഞാൻ. ബാക്കി നിങ്ങൾ പറഞ്ഞു, ഇപ്പം എന്ത് പറയാനാണ്?